ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗിവ് അവേക്ക് എന്തൊക്കെയാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാം. ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ പറയാം എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ എന്തായാലും കാണാം. 4 മിനിറ്റിൻ്റെ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടായി കാണും. ഇപ്പോൾ എവിടെ നോക്കിയാലും ഈ സ്റ്റിക്കേഴ്സ് തന്നെയാണ്. നല്ല ക്യൂട്ട് സ്റ്റിക്കേഴ്സാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൽ ടോട്ടൽ 200 ഷീറ്റ്സ് ആണ് വരുന്നത്. റിപ്പീറ്റേഷൻ ഒന്നുമില്ല. നല്ല അടിപൊളി സ്റ്റിക്കേഴ്സാണ്. അടുത്തതെന്ന് പറയുന്നത് ഒരു സിനിമ റോളിൻ്റെ സ്റ്റേഷനറി സെറ്റാണ്. അതിൽ പെൻസിൽ, നോട്ട്, ഇറേസർ, ഷാർപ്നർ, സ്കെയിൽ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും കിട്ടുന്ന ആൾ ഓപ്പൺ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് വാഷി ടേപ്പിൻ്റെ സെറ്റാണ്. ഇതിൽ 20 റോൾസാണ് വരുന്നത്. എല്ലാം നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഡിസൈൻസാണ് വരുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇത് എല്ലാവരും കണ്ടു കാണും. എന്തായിരുന്നു എൻ്റെ പേര്? ഐസ്ക്രീം ഹൈലൈറ്റേഴ്സ്. പിന്നെന്ന് വെച്ചാൽ 2 പേപ്പർ സോപ്സ് ആണ്. ബ്ലൂബെറിയുടെയും പിന്നെ പൈനാപ്പിളിൻ്റെയാണ് ഞാൻ വെച്ചേക്കുന്നത്. പിന്നെ ഒരു കുട്ടി ഹലോ കിറ്റിയുടെ സ്റ്റേഷനറി സെറ്റ് വരുന്നുണ്ട്. അതിൽ പെൻസിൽ, സ്കെയിൽ, ഷാർപ്നർ, ഇറേസർ അതൊക്കെ തന്നെയാണ്. എല്ലാ ഒരു തീമിലാണ് വന്നേക്കുന്നത്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ 2 പിൻട്രസ്റ്റ് ക്ലോ ക്ലിപ്സ് ആണ്. ഇതൊക്കെ ഞാൻ ഇവിടെ അടുത്തുള്ള സ്റ്റോഴ്സിൽ നിന്നൊക്കെ വാങ്ങിച്ച് കിട്ടണയാണ്. പിന്നെ വരുന്നത് 2 വിൻറ്റേജ് പെൻസാണ്. രണ്ടും ബ്ലൂ ഇങ്ക് ആണ്. പിന്നെ വരുന്നത് ഈ റാബിറ്റ് ഇയറിൻ്റെ ഒരു ഹെയർ ബാൻഡാണ്. അതുപോലെ തന്നെ ഒരു യൂണിക്കോണിൻ്റെ പെന്നും ഒരു മെർമെയ്ഡ് തീമിൻ്റെ പെന്നുമാണ് വരുന്നത്. മെർമെയ്ഡിൽ കുറേ കളേഴ്സ് ഉണ്ട്. മറ്റേ യൂണിക്കോണിൻ്റെ ആണെങ്കിൽ ബ്ലൂ കളർ മാത്രം, അത് ജെൽ പെന്നാണ്. പിന്നെ വെച്ചിരിക്കുന്ന ഈ ഒരു പിങ്ക് ബോ ആണ്, ഹെയർ ക്ലിപ്പാണത്. ലാസ്റ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു യൂണിക്കോണിൻ്റെ പൗച്ചും കുറച്ച് പെൻസിൽസും ആണ്. ഈ പെൻസിൽസ് യൂണിക്കോൺ തീം പെൻസിൽസ് തന്നെയാണ്. അതൊരു 10 ആണെന്ന് തോന്നുന്നു, ഞാൻ എണ്ണിയില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മുടെ ഗിവ് അവേക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ ചാനൽ നോക്കി ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ജസ്റ്റ് വീഡിയോസൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കുമായിട്ടൊരു ഹ്യൂജ് ഗിവ് അവേ ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഈ പാടൊന്നുമില്ല, ജസ്റ്റ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ നിന്ന് എനിക്ക് ജെന്യുവനായിട്ട് തോന്നുന്ന ആൾക്കാരും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ഗിവ് അവേ കൊടുക്കുന്നത്. ഒരാൾക്ക് വേണ്ടിയിട്ടല്ല കൊടുക്കുന്നത്, കുറേ ആൾക്കാർക്ക് കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ എന്തായാലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ.